വളരെ വേഗത്തിൽ ആതിരപ്പള്ളിയിലേക്ക് പോകുന്നു. അവിടെ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു, ആന മയങ്ങി വീണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിയോഫിൻ കൂടി ചേരുകയാണ് ആതിരപ്പള്ളിയിൽ നിന്ന്. തിയോഫിൻ, ആന മയങ്ങി വീണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയുടെ അടുത്തെത്തിയിരിക്കുകയാണോ ദൗത്യസംഘം? മനു, വിനിഷ, ദൗത്യസംഘം നേരത്തെ തന്നെ ഈ ആനയുടെ സമീപത്തേക്ക് എത്തിയിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ മയക്കുവെടി തന്നെ ആനയ്ക്ക് കൊണ്ടിരുന്നു. നമുക്കൊരു സംശയം ആദ്യം ബാക്കിയുണ്ടായിരുന്നു, കാരണം ഒപ്പം മറ്റൊരു ആന ഉണ്ടായിരുന്നതുകൊണ്ട്. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന ഈ ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളായി ഈ 2 ആനകൾ ഒരുമിച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത്. അതിനിടയിലാണ് കൃത്യമായി ഈ ചികിത്സ നൽകേണ്ട ആനയെ ലൊക്കേറ്റ് ചെയ്ത് അതിന് മയക്കുവെടി വെച്ചത്. പക്ഷേ മയക്കുവെടി കൃത്യമായി കൊണ്ടിരുന്നു. ഈ ആനകൾ, അതായത് മയക്കുവെടിയേറ്റ ആന അല്പദൂരം ഓടി. അപ്പോഴാണ് ഈ ആനയ്ക്കൊപ്പം മറ്റേ ആന കൂടി ചേർന്നത്. ഇരുവരും കൂടി നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. ഏറെ നേരം അപ്പോൾ മുന്നോട്ട് ഓടുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന, അതായത് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് ഒപ്പം ഉണ്ടായിരുന്നത്. നമുക്ക് പരിക്കേറ്റ ആന ഓടുന്നത് കണ്ട് ഒപ്പം ഏഴാറ്റുമുഖം ഗണപതിയും ഓടുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഈ ആന മയങ്ങി നിൽക്കുന്നു. ആ മയങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടുകാരാണ്. ഈ സൗഹൃദത്തിൻ്റെ ഒരു ആഴം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നേരത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്ത് നിലവിൽ നമുക്ക് ഈ മയക്കുവെടി വെച്ച ആനയെ കാണാൻ കഴിയില്ല. ആന അവിടെ മയങ്ങി വീണ് കിടക്കുകയാണ്. ഇവിടെ നിൽക്കുകയായിരുന്നു 2 ആനകളും. അങ്ങനെ അല്പസമയം അതായത് പരിക്കേറ്റ ആന മയങ്ങി തുടങ്ങിയപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി അതിനെ താങ്ങി നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആന മയങ്ങി വീണേക്കുമോ എന്ന് തോന്നുന്ന സമയത്ത് ചെറുതായി ഒന്ന് തള്ളുകയും ചെയ്തു. ആ തള്ളിയപ്പോൾ ഈ മയക്കുവെടിയേറ്റ ആന അവിടെ മയങ്ങി വീഴുകയായിരുന്നു. അതിനൊപ്പം ഈ ആനയെ RRT സംഘത്തിന്, വനംവകുപ്പിന് ഇതിനെ ലോറിയിലേക്ക് കയറ്റി മാറ്റണമെങ്കിൽ മറ്റേ ആനയെ, ഏഴാറ്റുമുഖം ഗണപതിയെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. അതിന് റബ്ബർ പെല്ലറ്റുകൾ ഉപയോഗിച്ച് ആനയെ ഓടിക്കുകയായിരുന്നു. അങ്ങനെ ഓടിച്ച ശേഷം ഇപ്പോൾ ഈ ആനയെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയിൽ തന്നെ ഈ വാഹനം കടന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ ആ ലോറി അവിടെ എത്തിക്കുന്നതിനായി വഴി ശരിയാക്കേണ്ടതുണ്ട്. അതിനായി ഒരു JCB അവിടെ എത്തിച്ചിട്ടുണ്ട്. ആ JCB ഉപയോഗിച്ച് ഇത് ശരിയാക്കുകയും ഈ JCB ഉൾപ്പെടെ ഇതിൻ്റെ സഹായത്തോടു കൂടി ആനയെ നിവർത്തണം. കാരണം ആനയെ കിടത്തിക്കൊണ്ട് എഴുന്നേക്കാൻ കഴിയില്ല. കാരണം മയങ്ങി വീണ ആനയെ ഇനി നിവർത്തണം. സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിക്കൊണ്ടാണ് ഇനി ആനയെ ലോറിയിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആനയെ പതിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ലോറിയിലേക്ക് കയറ്റണം. എന്നിട്ട് വേണം പതിയെ ഇവിടെ നിന്ന് നീങ്ങി അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ തിയോഫിൻ? ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മയങ്ങി നിലത്ത് വീണ ആനയെ സാധാരണഗതിയിൽ അങ്ങനെ മയങ്ങി വീഴാറില്ല, നിൽക്കുകയാണ് പതിവ്, അല്ലേ? പക്ഷെ ഇവിടെ ആരോഗ്യസ്ഥിതി അവശ നിലയിലായിരുന്നു ആന. അതുകൊണ്ടാകണം ആന ഇത്തരത്തിൽ മയങ്ങി വീണത്. പക്ഷേ ഈ മരുന്നിന്റെ ഡോസിന്റെ എഫക്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എഫക്ട് കഴിയുന്നതിന് മുൻപ് തന്നെ ആനയെ വണ്ടിയെ കയറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? അതൊരു വലിയ വെല്ലുവിളിയാണ്. മനു, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതായത് ഈ ആനയെ ലോറിയിൽ കയറ്റുന്നതിന് സഹായിക്കേണ്ടത് 3 കുങ്കിയാനകളാണ്. ഈ കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ, എണ്ണപ്പന തോട്ടത്തിനുള്ളിലാണ് ഇപ്പോൾ ആനയുള്ളത്. അതോടൊപ്പം ഈ ആന മയങ്ങി വീണ് കിടക്കുന്നതിന് ചുറ്റുമായി മറ്റ് 3 കുങ്കിയാനകളെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ലോറിയിൽ ആനയെ കയറ്റിക്കൊണ്ടു പോകുന്നതിനായി ഇപ്പോൾ ആന വീണ് കിടക്കുന്ന സ്ഥലത്ത് ഒരല്പം ചെരിവുള്ള പ്രതലമാണത്, ഒരു കുന്നിൻ ചെരുവാണത്. ആ ഭാഗത്തേക്ക് ലോറി കയറ്റുന്നതിന് വേണ്ടി ഒരു JCB ഉപയോഗിച്ച് ആ വഴി നിരപ്പാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആണ് ഇനി ആനയെ നിവർത്തി എഴുന്നേൽപ്പിച്ച് ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുക. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എല്ലാം ഇതിനായുള്ള ഒരുക്കങ്ങൾ അവിടെ തന്നെ എല്ലാവരും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ ആന ഇനി ഉള്ളത്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയുടെ ആരോഗ്യ പ്രശ്നമാണ്. അതായത് ആന ക്ഷീണിതനാണ് എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആന മയങ്ങി വീണത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, മയങ്ങി നിൽക്കുന്നു, ആടി നിൽക്കുക മാത്രമായിരുന്നു ചെയ്യുക. ചെവിയൊക്കെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാകുമായിരുന്നത്. പക്ഷേ ഇവിടെ ആന മയങ്ങി വീഴുകയായിരുന്നു. അത് ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ഇതിന് ക്ഷീണിതനായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം മയങ്ങി വീണത്. ഒപ്പം ഈ ആന അല്പം ഇങ്ങനെ ആടി എന്തോ ആനയ്ക്ക് പറ്റിയെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി ആനയെ താങ്ങി നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ചെറുതായി ഒന്ന് തള്ളുകയും ചെയ്തു. ആ തള്ളിലാണ് വളരെ പെട്ടെന്ന് ഒരു വശത്തേക്ക് ആന ചെരിഞ്ഞ് വീണത്. ഇനി ആനയെ, അതായത് മയക്കം വിട്ടുണരുന്നതിന് മുൻപ് തന്നെ ആനയെ എഴുന്നേൽപ്പിക്കണം.
അതോടൊപ്പം ഈ ആനയെ എഴുന്നേൽപ്പിച്ച ലോറിയിലേക്ക് കയറ്റുന്ന ലോറി ആന കിടക്കുന്ന സ്ഥലത്തേക്ക് ലോറി എത്തിക്കണം. ആ ലോറി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വഴി നിരപ്പാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഒരു JCB ഉപയോഗിച്ച് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് ആന കിടക്കുന്ന ഭാഗത്തേക്ക് ആ ലോറി എത്തിക്കുന്നു. ചുറ്റും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുങ്കിയാനകൾ നിൽക്കുന്നതിന്റെ നടുഭാഗത്തായിട്ടാണോ, ആ കാടിന് സമീപത്തായിട്ടാണോ ആന വീണ് കിടക്കുന്നത്? തീർച്ചയായും മനു, അതായത് ഈ ആന വീണ് കിടക്കുന്ന ആനയുടെ ചുറ്റുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ 3 കുങ്കി ആനകൾ നിൽക്കുന്നത്. അതിന് നടുവിലായി ആനയുണ്ട്. ആ ആനയെ ഇനി എഴുന്നേൽപ്പിക്കണം. ആ ആന കിടക്കുന്ന ഭാഗത്തേക്ക് ലോറി എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ മണ്ണ് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരല്പം താഴെയായി ഒരു JCB അവിടെ മണ്ണ് നിരപ്പാക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ഒരു 200 മീറ്ററോളം താഴെയായി റോഡുണ്ട്. ആ റോഡിൽ നിന്ന് ഈ RRT സംഘത്തിൻ്റെ ആനയെ കൊണ്ടുപോകുന്ന ലോറിയുണ്ട്, വനംവകുപ്പിൻ്റെ. ആ ലോറി അവിടേക്ക് എത്തിക്കണം. എന്നിട്ടാണ് ലോറിയിലേക്ക് ആനയെ കയറ്റേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ, അതായത് ഈ ലെവൽ ആക്കി അവിടെ ഒരു ചെരുവ് പ്രതലമാണ്, അവിടെ കൃത്യമായി ലോറി എത്തിക്കുകയും വേണം. അതോടൊപ്പം എളുപ്പത്തിൽ ആനയെ ലോറിയിലേക്ക് കയറ്റാവുന്ന രീതിയിലുള്ള ഒരു അല്പം ഉയരം ഉള്ള സ്ഥലത്തേക്ക് രീതിയിലാക്കണം. അങ്ങനെയുള്ള ഒരു ക്രമീകരണം അവിടെ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആനയെ എഴുന്നേൽപ്പിച്ച് ഉള്ളിലേക്ക് ലോറിയിലേക്ക് കയറ്റും. അതിന് കുങ്കിയാനകളുടെ സഹായം വേണം. ചിലപ്പോൾ ഒരു പക്ഷേ ഈ JCBയുടെ കൂടി ചെറിയൊരു സഹായത്തോടു കൂടി അതിൽ ഒരു പക്ഷേ ക്യാപ്ചർ ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് ആയിരിക്കും, റെസ്ക്യൂ ബെൽറ്റോ മറ്റോ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കയറ്റുക. എന്തായാലും നമുക്കത് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. ആനയെ ഇപ്പോൾ നിലവിൽ ആന മയങ്ങി അവിടെ കിടക്കുകയാണ്. ചുറ്റും കരുതലോടുകൂടി തന്നെ കുങ്കിയാനകളുണ്ട്, RRT സംഘമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത്, ഇവിടെ നിന്ന് ആ റബ്ബർ പെല്ലറ്റ് കൊണ്ട് ഓടിപ്പോയ ഏഴാറ്റുമുഖം ഗണപതിയുണ്ട്. ആ ആന ഓടി വരുമോ എന്നൊരു കരുതലുണ്ട്. അത് മുൻകരുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുകയും ചെയ്തു. എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കണം. ഇവിടെ നിന്ന്, അതായത് അവരൊരു പരിധി വെച്ചിട്ടുണ്ട്, ഒരു സ്ഥലം, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ആരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വശത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ഓടിപ്പോയ ആന കറങ്ങി തിരിഞ്ഞു വന്നാൽ അതിനുള്ളൊരു റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫ്രെയിമിൽ കാണുന്ന ആനകൾ ഈ കുങ്കിയാനകളാണ്. മറ്റേ ആനയെ നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ദൃശ്യത്തിലേക്ക് ആ ആനയെ, നമ്മുടെ ചികിത്സ നൽകേണ്ട ആനയെ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല. ഈ ആന മയങ്ങി കിടക്കുന്നതിന് ചുറ്റുമായി RRT സംഘവും 3 കുങ്കിയാനകളും അവിടെ തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, എന്ത് സാഹചര്യവും തരണം ചെയ്യുന്നതിനായി. പക്ഷേ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന വീക്കാണ്, ഏതാനും ദിവസമായി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി അതായത് ഈ മുറിവിലെ വേദനയും പഴുപ്പുമെല്ലാം ആനയെ വല്ലാതെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തുമായി ഇവിടെ നിന്ന് പുഴയിൽ നിന്ന് വെള്ളം കോരി മുറിവിലേക്ക് ഒഴിക്കുകയും മണ്ണ് വാരി മുറിവിലേക്കും ശരീരം മുഴുവനായി മണ്ണ് വാരി എറിയുന്ന ഒരു സ്ഥിതിയൊക്കെ ആനയുണ്ടായിരുന്നു. കാരണം ഈ വേദന സഹിക്കാൻ വയ്യാതെ ആനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യമുണ്ട്. അതിന് കഴിയുന്ന രീതിയിൽ അത് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുറിവ് വളരെ മസ്തകത്തിലെ മുറിവ് പരിക്കേറ്റ് ആ മുറിവ് പഴുത്ത് അതിൽ പഴുപ്പ് നിറഞ്ഞ് പുഴു വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത്രയും ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ആന നീങ്ങുകയും ചെയ്തു. ഈ മുറിവ് ചികിത്സിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ദൗത്യം. ആനയുടെ ആരോഗ്യസ്ഥിതി അല്പം വീക്കാണെങ്കിൽ കൂടി ചികിത്സിക്കുക എന്നതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ സാഹചര്യത്തിലും ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ആദ്യ ഘട്ട നടപടി ആനയെ ലൊക്കേറ്റ് ചെയ്യൽ കഴിഞ്ഞു. അതിനുശേഷം ആനയെ ഡാർട്ട് ചെയ്തു, അതായത് മയക്കുവെടി വെച്ച് ആനയെ ഡാർട്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ആനയെ ലോറിയിൽ കയറ്റി അഭയാരണ്യത്തിൽ ചികിത്സ നൽകേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ്. അവിടെ എത്തിച്ചാണ് ചികിത്സ നൽകുക. കഴിഞ്ഞ തവണത്തെ പോലെ മയക്കുവെടി വെച്ച്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് മയക്കുവെടി വെച്ച് ആന മയങ്ങി നിൽക്കുമ്പോൾ അതിന് ചുറ്റും ഒരു ബാരിക്കേഡ് സംവിധാനം വെച്ച് ആനയെ നിർത്തിക്കൊണ്ട്, ആന മറിഞ്ഞു വീഴാതെ നിർത്തിക്കൊണ്ട്, സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് മുറിവിൽ മരുന്ന് വയ്ക്കുകയായിരുന്നു. മുറിവ് വൃത്തിയാക്കി മരുന്ന് വയ്ക്കുകയാണ് അന്ന് ചെയ്തത്. ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വെച്ചാണ് കഴിഞ്ഞ 24-ാം തീയതി വിട്ടത്. അന്ന് തന്നെ ഡോക്ടർ പറയുകയും ചെയ്തു അന്ന് അടിയന്തരമായി ചികിത്സ നൽകുക എന്നതിനായിരുന്നു പ്രാധാന്യം. അതുകൊണ്ടാണ് അത് ചെയ്തത്. ഒരുപക്ഷെ അന്നത്തെ മരുന്ന് കൊണ്ട് ഉണങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ദൗത്യത്തിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും കാരണവശാൽ കാട്ടിലേക്ക് പോകുമ്പോൾ മുറിവ് ഉണങ്ങാത്ത സാഹചര്യം പിന്നീട് വന്നാൽ അടുത്തതായി പിന്നെ ചെയ്യേണ്ടത് ആനയെ നിർത്തിക്കൊണ്ട് ഒരു കൂട്ടിൽ നിർത്തി ചികിത്സ നൽകേണ്ട ഒരു സംവിധാനത്തിലേക്ക് പോകേണ്ടി വരും. അതിൽ ഉണ്ടായിരുന്ന 2 പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് 2ാം ഘട്ടം ആനയുടെ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതിന് 2 റിസ്ക് ഉണ്ടായിരുന്നു. ഒന്ന്, സുരക്ഷിതമായി ആനയെ നിർത്തി ചികിത്സിക്കാൻ വേണ്ട
ഒരു സേഫായ ഒരു കൂട്, ആ കൂട് അഭയാരണ്യത്തിലുള്ള കൂട് നേരത്തെ ഒരു കൂടുണ്ടായിരുന്നു. ആ കൂട് പരിശോധന 2 ആഴ്ച മുൻപ് ആ കൂട് പരിശോധന നടത്തിയപ്പോൾ കൂട് ഒരു ആനയെ നിർത്തി ചികിത്സിക്കാവുന്ന ഒരു ബലം ആ കൂടിനില്ല എന്ന് മനസ്സിലായി. കാരണം നേരത്തെ ആ കൂടിലുണ്ടായിരുന്ന പല തടിയും അതിൻ്റെ ഫ്രെയിം ആകെ തകരാറുണ്ടായിരുന്നു, അത് ദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റീവർക്ക് നടത്തുക, പുനർനിർമ്മാണം, അതായത് അതിനകത്ത് പാച്ച് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ തടി കുറച്ച് 1-2 തടി മാറ്റി വയ്ക്കാവുന്ന സംവിധാനമായിരുന്നില്ല. മുഴുവനായി തന്നെ ഏറെക്കുറെ അത് മുക്കാൽ ഭാഗം ആ കൂട് പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് മൂന്നാറിൽ നിന്നുൾപ്പെടെ യൂക്കാലിപ്സിൻ്റെ വലിയ തടികൾ കൊണ്ടുവന്ന്, മരത്തടികൾ കൊണ്ടുവന്ന് അതുകൊണ്ട് കൂട് പുനർനിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് തുടർച്ചയായി ഏതാനും ദിവസങ്ങളായി നടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 24-ാം തീയതി മയക്കുവെടിയേറ്റ ആനയ്ക്ക് വളരെ പെട്ടെന്ന് ഒരു മയക്കുവെടി കൂടി ഏൽക്കാനുള്ളൊരു ആരോഗ്യസ്ഥിതിയില്ല. അത് പൂർണ്ണ ആരോഗ്യവാനായ ആനയാണെങ്കിൽ പോലും അത് സാധ്യമാകുമായിരുന്നില്ല. ഒപ്പം ഈ ആനയുടെ ഒരു പ്രശ്നം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ഒരാഴ്ചയിലധികമായി ആനയുടെ ശരീരം ക്ഷീണിച്ചു വരികയായിരുന്നു. ആ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇത് രണ്ടും വലിയൊരു പ്രതിസന്ധിയായിരുന്നു. കൂടിൻ്റെ നിർമ്മാണം ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അത് അടിയന്തരമായി തന്നെ പൂർത്തിയാക്കി ആ ഒരു സമയത്തിന് കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിനോടൊപ്പം ഇവിടെ നിന്നും ആനയെ അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തന്നെ ഈ മയക്കുവെടി വെക്കൽ അല്ലെങ്കിൽ ദൗത്യം ആരംഭിക്കാനായി തീരുമാനിച്ചത്. അങ്ങനെ ഇന്നലെ തന്നെ ആന ഏത് ഭാഗത്തേക്കുള്ളതാണെന്നുള്ള, ഏത് ഭാഗത്തേക്കാണ് ആന നീങ്ങുന്നത് എന്നത് നിരീക്ഷിച്ചിരുന്നു. രാവിലെ തന്നെ ആനയെ കൃത്യമായ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. 6 മണി മുതൽ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് സേഫായ ഒരു സ്ഥലത്ത് വെച്ച് ആനയ്ക്ക് മയക്കുവെടി വെച്ചു.